ഓക്കെ. ഓ ബേസിക് സൈക്കോളജിയുടെ കണ്ടിന്യൂഷൻ തന്നെ നമുക്കിന്ന് പോവാം. അപ്പൊ ഇന്ന് ഞാൻ വീഡിയോ ഇടത്തില്ല, കാരണം എൻ്റെ നെറ്റ് കുറച്ച് പ്രോബ്ലം ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ എല്ലാം കൂടെ പോയാൽ എനിക്ക് ക്ലാസ് ഒരുപാട് കണ്ടിന്യൂസ് ക്ലാസ് ആയതുകൊണ്ട് നെറ്റ് ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്നു. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാ സ്റ്റോപ്പ് ചെയ്തേ? കുറെ പേര് എന്നോട് ഈ ഫ്രോയിഡിന്റെ തിയറിയാണ് അതില് സ്ട്രക്ചർ. അല്ല, അതൊക്കെ കഴിഞ്ഞില്ലേ? ഫ്രോയിഡിന്റെ ഒക്കെ കഴിഞ്ഞില്ലേ? അത് കംപ്ലീറ്റ് ചെയ്തെന്നുള്ളൂ. കഴിഞ്ഞു. ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി കഴിഞ്ഞു. ക്ലിനിക്കൽ സൈക്കോളജി, ബയോ സൈക്കോളജി, ന്യൂറോ സൈക്കോളജി. അതിൽ കോഗ്നിറ്റീവ് പെർസ്പെക്ട്സ് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജിയിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? അതെ അതെ. അതിലെ ക്ലിനിക്കൽ സൈക്കോളജി ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്തു പോയി. ബയോ സൈക്കോളജി, ന്യൂറോ സൈക്കോളജി, ഇത് മൂന്നും ഇങ്ങനെ പറഞ്ഞു. നെക്സ്റ്റ് എന്തുവാണ് നമ്മുടെ ബയോ സൈക്കോളജി? ബിഹേവിയറൽ അനാലിസിസ് അവിടെയാണോ എടുക്കേണ്ടേ? ബിഹേവിയറൽ ക്ലിനിക്കൽ സൈക്കോളജി ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു അബ്നോർമൽ സൈക്കോളജി കാണുന്നുണ്ടല്ലോ അല്ലെ? അബ്നോർമൽ സൈക്കോളജി തന്നെയാണ് നമ്മുടെ ഈ ക്ലിനിക്കൽ സൈക്കോളജിയിൽ വരുന്ന സൈക്കോപാത്തോളജിയെ പറ്റി പഠിക്കുന്നത്. ക്ലിനിക്കൽ ഡിസോർഡേഴ്സിനെ പറ്റി പഠിക്കുന്നതാണ് നമ്മൾ അബ്നോർമൽ സൈക്കോളജിയിൽ. Then biopsychology in behavior analysis. ബിഹേവിയർ അനാലിസിസ്. ഓക്കെ. അപ്പോ ബിഹേവിയർ അനാലിസിസ് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ബിഹേവിയർ എന്നുള്ളത് അല്ലേ? ഇപ്പോ ഒരാളുടെ നമ്മൾ സൈക്കോളജിയുടെ മെയിൻ എയിം തന്നെ എന്താണ്? ടു നോ ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെ? എന്താണ് സ്വഭാവം, എന്താണ് ഇങ്ങനത്തെ സ്വഭാവം അവർ കാണിക്കുന്നത്, എല്ലാ മനുഷ്യരും എന്തുകൊണ്ട് ഒരേപോലത്തെ സ്വഭാവം കാണിക്കുന്നില്ല, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു, അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവത്തെ പറ്റി പഠിക്കുക എന്നതാണ് നമ്മുടെ സൈക്കോളജി പഠിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇപ്പോ നമ്മളിതൊരു ക്ലയന്റ് വന്നാലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ ബിഹേവിയറുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മളത് വരുന്ന ക്ലയൻസുകളൊക്കെ പറയുന്നത് എന്താണ്? അവരുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അനേകം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിക്ക് നമ്മുടെ മാനസിക ശാരീരിക നിലകൾ, നമ്മുടെ ബ്രെയിൻ ആസ്പെക്ട്സ് ആവട്ടെ, ബ്രെയിനകത്ത് വരുന്ന പല കാര്യങ്ങള്, നമ്മുടെ ഗ്ലാൻഡ് സിസ്റ്റം, അതർ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്, ഇതൊക്കെ എങ്ങനെ നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ എൻവയോൺമെന്റ്, ഒരു കുട്ടി ജനിച്ച് വളർന്ന് വരുന്ന സാഹചര്യങ്ങൾ, അവന്റെ ഗർഭകാലാവസ്ഥയിലൂടെ കടന്നുപോയ എൻവയോൺമെന്റ് എങ്ങനെയാണ്, അതിനുശേഷം ആ കുട്ടിയുടെ ജനനത്തിന് ശേഷം ഉണ്ടാകുന്ന എൻവയോൺമെന്റ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ ആ ബിഹേവിയറിനെ ഒരു പർട്ടിക്കുലർ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ ബിഹേവിയർ അനാലിസിസ് എന്ന് പറയുന്നത്. എന്തൊക്കെ എക്സ്പീരിയൻസസ് ബയോളജിക്കൽ ആവാം, എന്താണ് ഫാർമക്കോളജിക്കൽ ആകാം, അതുപോലെ എക്സ്പീരിയൻഷ്യൽ ഫാക്ടേഴ്സ്, ഇതൊക്കെ തന്നെയും നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പോൾ ഒരു കുട്ടി ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു അമ്മ എന്തൊക്കെയാണോ കൺസ്യൂം ചെയ്യപ്പെടുന്നത് അതെല്ലാം ആ കുഞ്ഞിന്റെ സ്വഭാവത്തെ സ്വാധീനിക്കും. അതുപോലെ തന്നെ ജനിച്ചു വളരുന്ന കാലഘട്ടങ്ങളിലും. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു അപ്പൊ ഈ പറയുന്ന രീതിക്കെല്ലാം ഉള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ പറയുന്ന ഇതുമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു ശേഷം നമ്മൾ ബിഹേവിയർ എങ്ങനെ നമ്മൾ അനാലിസിസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് അല്ലേ? നമ്മളിപ്പോ എന്തുകൊണ്ട് ഒരാൾ ഡ്രഗ് എടുക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ചിലർ ഭക്ഷണം കഴിക്കുന്നത് തന്നെ ആലോചിച്ച് നോക്കൂ. ചിലർ വളരെ എന്താണ് മോശപ്പെട്ട രീതിക്കുള്ള ഭക്ഷണ രീതികൾ ചിലർക്കുണ്ടാവും. ചിലർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഭക്ഷണ രീതികളുമായിട്ട് ചിലർ കടന്നു പോകുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നതെല്ലാം ഓരോ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തിലുള്ള എല്ലാ രീതിക്കും അക്രമാസക്തമായ സ്വഭാവങ്ങള്, അല്ലെങ്കിൽ ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഷൈ ആവുന്നത്, ആങ്സൈറ്റി ഉണ്ടാകുന്നത്, ഇതെല്ലാം തന്നെ ഇതിന് ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്.
അപ്പൊ ഇതാണ് നമ്മൾ ബിഹേവിയറൽ അനാലിസിസ്. ഇനി അടുത്ത കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞത് നമുക്ക് കൗൺസിലിംഗ് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്, എന്തിനാണ് ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്? പറയൂ, ആരെങ്കിലും പറയൂ. കൗൺസിലിംഗിന്റെ തന്നെ അർത്ഥം തന്നെ എന്താണ്? നമ്മളിപ്പോ കൗൺസിലേഴ്സ് ആവാനൊക്കെ മനുഷ്യ മനസ്സിനെ കുറിച്ചുള്ള പഠനം, മനുഷ്യന്റെ ബിഹേവിയേഴ്സിന് അപ്പൊ അവരുടെ വ്യക്തിത്വത്തിന് അവർക്കെന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആ പഠനമാണ് സൈക്കോളജി. അപ്പൊ അതിൽ വരുന്ന കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആ വ്യക്തിക്കുള്ള ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവുന്ന ആ വ്യക്തി ഒരു കൗൺസിലറെ സമീപിക്കുക. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ അയാളെ കൊണ്ട് തന്നെ കണ്ടെത്തിക്കാൻ വേണ്ടിട്ടല്ലേ കൗൺസിലിംഗ്? അതെ, പ്രശ്നപരിഹാരം. അതെ, പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മുന്നേ വന്നിരിക്കുന്ന ഒരാൾ ആരാണോ അയാളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ട്രെങ്ത്തിനെ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കുകയും ആ വീക്ക്നെസ്സുകൾ അയാൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അയാളുടെ മുന്നിൽ അപ്പോൾ നിൽക്കുന്ന പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് അയാളെ സഹായിക്കുന്നതാണ് നമ്മൾ ഈ പറയുന്ന കൗൺസിലിംഗ് പ്രൊസീജിയർ ചെയ്യുന്നത്. ഒരാളുടെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിൽ, ആ വിഷമം നിറഞ്ഞു നിൽക്കുന്ന കാലങ്ങളിൽ എങ്ങനെ അയാൾക്ക് മുന്നിലോട്ട് പോകാൻ തന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ അല്ലെങ്കിൽ തന്നിൽ അയാളെ കാണാതെ നിൽക്കുന്ന അയാളുടെ സോഴ്സസുകളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ അയാളെ പ്രാപ്തനാക്കുന്ന അതായത് ഫെസിലിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന, അല്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഉപദേശങ്ങളോ സജഷൻസോ ഒന്നും കൊടുക്കില്ല. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഉപദേശം കൊടുക്കലല്ല. ഉപദേശം കൊടുക്കുന്ന പണി എന്ന് പറയുന്നത് അഡ്വൈസ് ഗിവിംഗ് ആണ്. അപ്പൊ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഒരു ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇരുന്ന് ഇങ്ങനെ ഉപദേശം കൊടുക്കാൻ ഉപദേശം കേൾക്കുന്നതേ മനുഷ്യർക്ക് തലവേദനയാണ്. വീട്ടിലാണെങ്കിലും ഉപദേശം, നാട്ടിലാണെങ്കിലും ഉപദേശം. ഇനി ഒരു കൗൺസിലിന്റെ അടുത്ത് പോയപ്പോഴും അയാൾ ഉപദേശമാണെന്നുണ്ടെങ്കിൽ ആകെ തലവേദനയാണ്. എല്ലാം മടുത്തിട്ടായിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ ഇരുന്ന് ഉപദേശം തുടങ്ങിക്കഴിഞ്ഞാൽ അതോടുകൂടി ആ ക്ലയന്റ് പിന്നെ ഒരിക്കൽ വരുന്നത് തന്നെ പിന്നെ വരത്തുമില്ല. അപ്പോൾ നമ്മൾ ഉപദേശം കൊടുക്കുക എന്നതിനേക്കാളുപരി വി ആർ ഹെൽപ്പിംഗ് ദ ക്ലയന്റ് ടു ഫെസിലിറ്റേറ്റ്, അതാണ് ആ വാക്കാണ് ഏറ്റവും കറക്റ്റ്. നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു അയാളെ, ഫെസിലിറ്റേറ്റിംഗ് ഹിസ് സ്ട്രെങ്ത്, അയാളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു, ഫെസിലിറ്റേറ്റിംഗ് ടു സോൾവ് ദി പ്രോബ്ലംസ്. ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ അയാളെ തന്നെ സഹായിച്ചു കൊടുക്കുന്നു. അപ്പൊ കൗൺസിലിംഗ് സൈക്കോളജിയിൽ നമ്മൾ കൂടുതലായിട്ട് ഡീൽ ചെയ്യപ്പെടുന്നത് ഇപ്പൊ അബ്നോർമൽ ഫാക്ടേഴ്സ് ഒന്നുമില്ല, ക്ലിനിക്കൽ ഫാക്ടേഴ്സ് ഒന്നുമില്ല. ദൈനംദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ? ചിലപ്പോൾ വിവാഹത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ജോലിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ചില പ്രത്യേക സിറ്റുവേഷനുകളിൽ നമ്മൾ അനുഭവിക്കുന്ന ചില ടെൻഷനുകൾ, കുട്ടികളുടെ പ്രശ്നങ്ങളാകാം, നമ്മുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഒരു റിട്ടയർമെന്റ് സമയത്തുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ, ഒരു ഡിവോഴ്സ് സമയത്തുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഒരു വിയോഗം, ഒരു ബെറീവ്മെന്റ് ഒക്കെ നടക്കുമ്പോൾ ഒരു മരണം സംഭവിക്കുന്നു, ആ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള കലാമിറ്റികളല്ലേ, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഒരു ജോലി നഷ്ടപ്പെടുക, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ മനുഷ്യർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറുതരത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ദൈനംദിനമായിട്ട് ജീവിതം, അതിനിപ്പോ ഒരു അസുഖമായിട്ടൊന്നും അതിന് ബന്ധമൊന്നുമില്ല, ക്ലിനിക്കൽ ആസ്പെക്ട്സിലൊന്നും വരണമെന്നൊന്നുമില്ല. അപ്പോൾ ആ പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് നമ്മൾ ആ വ്യക്തിയെ സഹായിച്ചു കൊടുക്കുക എന്നതാണ് നമ്മൾ ഈ പറയുന്ന ഒരു കൗൺസിലിംഗ് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനകത്ത് പത്തോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ടെങ്കിൽ ഈ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകാർ എന്ത് ചെയ്യുന്നു, ഇവരെ ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പത്തോളജി അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് റെഫർ ചെയ്ത് വിടുന്നു. അതുപോലെ തന്നെ ഇപ്പൊ സ്കൂളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്നത്, കരിയർ കൗൺസിലിംഗ് കൊടുക്കുന്നത്, ഇതെല്ലാം ഒക്കെ തന്നെ നമ്മൾ ഈ പറയുന്ന രീതിക്ക് കൗൺസിലിംഗ് സൈക്കോളജിക്കകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജി. കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികപരമായ തലങ്ങളാണ്. ഭൗതികപരമായ തലങ്ങൾ എന്ന് വെച്ചാൽ ഹയർ മെന്റൽ എബിലിറ്റീസിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഹയർ മെന്റൽ എബിലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിന്താധാരകൾ, നമ്മുടെ അറ്റൻഷൻ, നമുക്ക് ഒരു കാര്യത്തോട് എങ്ങനെ നമുക്ക് അറ്റൻഷൻ വേണം, ശ്രദ്ധ വേണം, അതുപോലെ നമ്മുടെ പാസീവ് ചെയ്യുന്നത്, അതുപോലെ മെമ്മറി, ഓർമ്മകൾ, അതുപോലെ നമ്മുടെ ബുദ്ധി,
പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, അല്ലെ? ജീവിതത്തിലെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഒരു വലിയ കാര്യമാണ്. നമ്മുടെ മുന്നിൽ ഒരു പ്രതിസന്ധി വന്ന് നിൽക്കുമ്പോൾ അതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ജന്മനാ ചിലർക്കുണ്ടാകും, ചിലർക്ക് ജീവിതം കൊണ്ട് ചിലർ നേടിയെടുക്കും, ചിലർക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ആസ്പെക്ട്സിൽ വരുന്നതാണ്. അതുപോലെ ക്രിയേറ്റിവിസം വരുന്നത്, അതുപോലെ തന്നെ ഒരു ഡിസിഷൻ മേക്കിംഗ് വരുന്നത്, അതുപോലെ തന്നെ ഒരു പുതിയ ഭാഷ നമ്മൾ പഠിക്കുന്നത്, പുതിയ എന്ത് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതും എല്ലാം ഈ കോഗ്നിറ്റീവ് ആസ്പെക്ട്സിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഈ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒക്കെ എങ്ങനെ നടത്തപ്പെടുന്നു, അങ്ങനെ നടത്തപ്പെടുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ അവിടെ നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട്, നമ്മുടെ നെർവസ് സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ പഠിക്കുക എന്നുള്ള, അപ്പൊ ന്യൂറോ സയൻസിന്റെ ഒരു പ്രത്യേക ഭാഗമാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ വരുന്നത്, ഒരു പ്രത്യേകമാണ്. അതുപോലെ ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജസിലും എങ്ങനെ നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ 1 വയസ്സായ ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ഫങ്ഷനും 10 വയസ്സായ ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും, കുറെ കൂടെ ഹയർ ലെവലായിരിക്കും 10 വയസ്സായ ഒരു കുട്ടിയിൽ നിൽക്കുന്നത്. ഒരു 10 വയസ്സിൽ നിന്ന് 20 വയസ്സിലേക്ക് പോകുമ്പോൾ വ്യത്യാസപ്പെടുന്നു. 20 വയസ്സിൽ നിന്ന് 80 വയസ്സിലേക്ക് പോകുമ്പോഴോ നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്ത് ചെയ്യപ്പെടുന്നു? ഡെറ്റീരിയേറ്റ് ചെയ്തു പോകുന്നു. അത് നമുക്ക് നേരത്തെ ഉണ്ടായതിൽ നിന്ന് പല ഓർമ്മക്കുറവുകൾ നമുക്ക് സംഭവിക്കാം. അതുപോലെ ഓർമ്മക്കുറവുകൾ മ്യൂട്ട് ചെയ്തേ, ഓർമ്മക്കുറവുകൾ സംഭവിക്കാം. ഓർമ്മക്കുറവുകൾ സംഭവിക്കാം. അതുപോലെ നമ്മുടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലുള്ള ഒരു ഗ്രഹണം നമുക്ക് നഷ്ടപ്പെടാം. അതുപോലെ ജഡ്ജ്മെന്റ് കപ്പാസിറ്റി നമുക്ക് കുറയാം, ഇന്റലക്ച്വൽ കപ്പാസിറ്റികൾ നമുക്ക് കുറയാം, അറ്റൻഷൻ കുറയും, നമുക്ക് ഒരു പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, അങ്ങനെ നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എല്ലാം ഡെറ്റീരിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു കാലഘട്ടമാണ് ഓൾഡ് ഏജിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി പഠിക്കുന്ന ഒരു സൈക്കോളജിയാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. അപ്പൊ ഇതിനകത്ത് നമ്മളെ ഒരു കുട്ടി എങ്ങനെ MR ആകുന്നു, ഒരു കുട്ടി എങ്ങനെ ഓട്ടിസ്റ്റിക് ആവുന്നു, ഇതെല്ലാം കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഹയർ ലെവൽ ഓഫ് ഒരു ബ്രെയിൻ ഫങ്ഷനിങ്ങുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ് ഈ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമ്മുടെ ബിഹേവിയറും നമ്മുടെ ന്യൂറൽ പ്രോസസ്സിങ്ങും, നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് അനേകം ന്യൂറോൺസുമായിട്ട് ബന്ധിതമായിട്ടുള്ള അതുമായിട്ട് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ട ഒന്നാണ്. അപ്പൊ ആ ന്യൂറോൺസുകളൊക്കെ എങ്ങനെ ഒന്നിനൊന്നിന് ഹെൽപ്പ് ആവുന്നു, അല്ലെങ്കിൽ ഒന്നിനൊന്നിന് സഹായിക്കുന്നു എന്നതൊക്കെയാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം നമ്മൾ പഠിക്കുന്ന പോലെയാണ് ഈ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ ഓരോരോ ഫേസസ് ആണ്. അതായത് ഇപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചു വീണ അന്ന് മുതൽ 2 വയസ്സ് വരെയുള്ള ഒരു കാലം, അതൊരു ഡെവലപ്മെന്റൽ ഫേസ് ആണ്. 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലം അടുത്ത ഒരു ഡെവലപ്മെന്റൽ ഫേസസ് ആണ്. അപ്പൊ ആ തലങ്ങളിലൊക്കെ ഫിസിക്കലായിട്ട്, മെന്റലായിട്ട്, അതായത് ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെ സംഭവിക്കുന്നു, കോഗ്നിറ്റീവ് ചേഞ്ചസ് എന്തൊക്കെ സംഭവിക്കുന്നു, സോഷ്യൽ ചേഞ്ചസ്, അതായത് സൈക്കോ സോഷ്യൽ റിലേഷൻസ് ഒക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, മോറൽ ഡെവലപ്മെന്റ് എങ്ങനെ ഉണ്ടാകുന്നു, ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെ ഉണ്ടാകുന്നു, ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ 6 to 10 years ഒരു കാലഘട്ടം, 10 to 19 years ഒരു കാലഘട്ടം, അതിൽ തന്നെ വീണ്ടും 3 കാലഘട്ടങ്ങൾ വരും. then 20 to 45 ഒരു കാലഘട്ടം, 45 to 65, then 65 to നമ്മുടെ ടിൽ ഡെപ്ത്, അങ്ങനെ പോകുന്ന ഇതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് നമ്മൾ പറയുന്നത്. അത് ഒരു പ്രീനേറ്റൽ സ്റ്റഡീസ് തൊട്ട് തന്നെ നമുക്ക് നമ്മുടെ മരണം വരെയുള്ള സ്റ്റേജസിനെ പഠിക്കാം. അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും. അവരുടെ ഫിസിക്കൽ ചേഞ്ചസ്, കോഗ്നിറ്റീവ് ചേഞ്ചസ്, ഇമോഷണൽ ചേഞ്ചസ്, ദെൻ നമ്മുടെ സോഷ്യൽ റിലേഷൻസ്, സൈക്കോ സോഷ്യൽ റിലേഷൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യപ്പെടുന്നു, മോറൽ ആറ്റിറ്റ്യൂഡുകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു. അതായത് ഒരു 2 വയസ്സായ ഒരു കുട്ടിയുടെ മോറൽ ആറ്റിറ്റ്യൂഡും 10 വയസ്സായ ഒരു കുട്ടിയുടെ മോറൽ ആറ്റിറ്റ്യൂഡും വ്യത്യസ്തമായിരിക്കും. ഇനി അടുത്തത് എഡ്യൂക്കേഷണൽ ആൻഡ് സോഷ്യൽ സൈക്കോളജി. എഡ്യൂക്കേഷനിൽ നമുക്കറിയാം അല്ലെ, ഓരോ വിദ്യാഭ്യാസത്തിൽ നമ്മൾ സൈക്കോളജി, ഇപ്പോൾ BEd and TTC ഒക്കെ പഠിക്കുന്ന കുട്ടികൾ സൈക്കോളജി ഒരു പേപ്പർ പഠിക്കുന്നുണ്ട്. എന്തിനാണ് അത് പഠിക്കുന്നത്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് അവിടെ നമ്മൾ പ്രസക്തമായിട്ട് നമ്മൾ കാണുന്നത്. എഗെയിൻ ഓരോ പ്രായത്തിലും ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ നൽകേണ്ടത്, കൺസെപ്റ്റുകൾ എങ്ങനത്തതായിരിക്കണം, കൺസെപ്റ്റുകൾ ഒരു ഹയർ ലെവലിലോട്ടൊക്കെ പോകണമെങ്കിൽ ഏജ് അതിനൊരു പ്രത്യേക ഫാക്ടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വേണം നമ്മൾ കോൺക്രീറ്റ് ലെവലിൽ പോകണോ, അബ്സ്ട്രാക്ട് ലെവലിൽ പോകണോ, അതോ ഒരു സ്കൂളിനകത്ത് കരിക്കുലം മാത്രം മതിയോ, കോ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ പ്രസക്തി എന്താണ്, സ്പോർട്സ്, ഡാൻസ്, ഈ ഈസ്തറ്റിക് തിങ്സുകളൊക്കെ എന്തിനാണ് നമ്മൾ ചേർക്കുന്നത്, അതുകൊണ്ട് അവരുടെ മാനസിക
വികാസത്തിന് എത്രത്തോളം ഉന്നതി കൊടുക്കുന്നു, ഇതൊക്കെയാണല്ലോ നമ്മൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ. അതുപോലെ കുട്ടികളുടെ പഠനത്തിലുള്ള വൈകല്യങ്ങൾ, പഠനത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിനോടുണ്ടാകുന്ന ഇമോഷണൽ കോൺഫ്ലിക്റ്റുകൾ, അധ്യാപകരുടെ മാനസിക നിലകൾ, ആ സ്കൂളിലെ മൊത്തം അന്തരീക്ഷം, അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ, ഇതെല്ലാം അതിനകത്ത് എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് വരുന്നതാണ്. ദിവസം നമുക്ക് എങ്ങനെ ക്രമീകരിക്കണം എന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന രീതിക്ക് ഈ പറയുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്ന ആസ്പെക്റ്റിലൂടെ നമ്മൾ എടുക്കുന്നത്. സോറി, എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നതിലൂടെ എടുക്കുന്നത്. അത് സ്കൂൾ സോഷ്യൽ സൈക്കോളജിയിലെ സ്കൂൾ സൈക്കോളജി. അപ്പോൾ ഒരു സ്കൂള് കൺസ്ട്രക്ട് ചെയ്ത് വരിക എന്ന് പറയുന്നത് തന്നെ നമുക്ക് അതിനകത്ത് ഈ പറയുന്ന ആസ്പെക്റ്റുകൾക്കെല്ലാം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഒരു സ്കൂളിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഹലോ ഹലോ ആ പറയൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. പിന്നെ അടുത്തത് നമ്മൾ എവല്യൂഷണറി സൈക്കോളജി, അതായത് നമ്മൾ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ എങ്ങനെ ഓരോരോ ഇതായിട്ട് നമുക്ക് പാസ് ചെയ്ത് വരുന്നു ഓരോരോ കാലഘട്ടം. ഒരു കോള് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു 2 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്തോ, ഞാനൊന്ന് ആ കോൾ അറ്റൻഡ് ചെയ്തോട്ടെ. അതിലേക്ക് ഇതിലോട്ട് നീങ്ങാം. അപ്പൊ അതുപോലെ എവല്യൂഷണറി സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ നമ്മളിൽ ഓരോ ജനറേഷനിൽ പാസ് ചെയ്ത് വരുന്നു. ഇപ്പൊ നമ്മുടെ 2 തലമുറയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട്സുകൾ എങ്ങനെ, അല്ലെങ്കിൽ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന മനുഷ്യരിൽ വരുന്ന സൈക്കോളജിക്കൽ ആസ്പെക്ട്സുകൾ എങ്ങനെ, അല്ലെങ്കിൽ ഹെറിഡിറ്ററി എങ്ങനെ നമ്മളെ ബാധിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് എവല്യൂഷണറി സൈക്കോളജി. ആ ആസ്പെക്റ്റുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് എവല്യൂഷണറി സൈക്കോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്കും പലതരത്തിലുള്ള റിസർച്ച് വർക്കുകൾ നമ്മൾ ഇതിനകത്ത് നടത്തും. പലതരത്തിലുള്ള ഡാറ്റ കളക്ഷൻസ് ഒക്കെ നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന രീതിക്കുള്ള ഒരു റിസർച്ച് വർക്കിലേക്ക് നമ്മൾ പോകും. അങ്ങനെ ആ റിസർച്ച് വർക്കിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസിനെയൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് എന്ത് റിസൾട്ടാണോ നമുക്ക് കിട്ടുന്നത് ആ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു തിയറി നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ആ തിയറിയെ ബേസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, അത് ജനറലൈസ്ഡ് ചെയ്ത് ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ഇടാനുള്ള വഴിയായിരിക്കും. അതായത് ഒരു ഗ്രൂപ്പിനെ മൊത്തത്തിൽ നമ്മൾ ജനറലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒന്നിനെയാണ് നമ്മൾ എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്നൊരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് പല ടോപ്പിക്കുകളെ നമുക്ക് എടുക്കാം. ഇപ്പോൾ സ്കൂൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ പറ്റി വേണമെങ്കിൽ നമുക്കൊരു സ്റ്റഡി ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ മുതിർന്ന ആൾക്കാരിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ പറ്റിയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാം. ഏതെങ്കിലും ഒരു ടോപ്പിക്, ഇപ്പോൾ വയസ്സായ ഒരു 40-നും 50-നും ഇടയ്ക്ക് ഉണ്ടാകുന്ന സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ, അത് ഇന്ന ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ചിട്ട് സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർക്കിടയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിപ്രഷൻ ഉണ്ടാകുന്നു, ഒരു സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടോ ഏജ് ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറയുന്ന രീതിക്കുള്ള ഒരു റിസർച്ച് വർക്ക് നമുക്ക് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ആ ഡാറ്റാസിന്റെ ആ റിസൾട്ടിനെ നമ്മൾ എടുത്തുകൊണ്ട് ജനറൽ ആയിട്ടുള്ള ഒരു തിയറി നമ്മൾ പ്രപ്പോസ് ചെയ്യും. അങ്ങനെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടുന്ന അങ്ങനെ ഒരു തിയറി വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇന്ന ഇന്ന കാരണങ്ങളാണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. അപ്പൊ ആ കാരണങ്ങളെ നമ്മൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് പിന്നെ ഇറങ്ങാനായിട്ട് മറ്റുള്ളവർക്ക് സാധിക്കും. അപ്പോൾ കൂടുതലായിട്ടുള്ള പേഷ്യൻ്റ് കെയറോ അല്ലെങ്കിൽ ടീച്ചിങ് പ്രോഗ്രാമോ ടീച്ചിങ് പ്രോഗ്രാം അഡ്മിനിസ്ട്രേഷനോ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ. അപ്പോൾ എക്സ്പെരിമെന്റൽ സൈക്കോളജിസ്റ്റുകൾക്ക് എപ്പോഴും ഒരു റിസർച്ച് ചെയ്യാനാണ് എപ്പോഴും താല്പര്യമായിട്ട് നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ പലതരത്തിലുള്ള എക്സ്പെരിമെന്റുകൾ നടന്നിട്ടാണ് നമുക്ക് ഈ പറയുന്ന രീതിക്ക് ഇന്നുള്ള പല പല തിയറികൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും പല സയന്റിസ്റ്റുകളും പല സൈക്കോളജിസ്റ്റുകളും ഇതിനകത്ത് വേണ്ടത്ര എക്സ്പെരിമെന്റ്സ് നടത്തിയപ്പോൾ അവർക്ക് നല്ല റെലവൻ്റ് ആയിട്ടുള്ള പല തിയറീസും അവർക്ക് കിട്ടുകയുണ്ടായി. ആ തിയറീസിനെ ബേസ് ചെയ്തുകൊണ്ടിട്ട് എന്നാണ് നമ്മൾ ഇന്ന് പലതും നമ്മൾ പഠിക്കുന്നത്.
ഇനി അടുത്ത ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഒരു ലീഗൽ സൈക്കോളജിയാണ്. അതായത് ഒരു സൈക്കോളജിയും ഒരു ലോയും കൂടെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട്, അതായത് ഇപ്പോൾ ഒരു ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ ക്രിമിനൽ പശ്ചാത്തലം അയാൾക്ക് എന്തുകൊണ്ട് ഉണ്ടാകുന്നു, എന്തുകൊണ്ടാണ് അയാൾക്ക് ഈ പറയുന്ന രീതിക്ക് ഒരു ക്രിമിനൽ ആയാനായിട്ടുള്ള സാധ്യത ഹാബിറ്റർ കൊണ്ട് സംഭവിച്ചതാണോ, അതോ അയാളുടെ എൻവയോൺമെന്റിൽ നിന്ന് വന്ന ഫാക്ടേഴ്സ് ആണോ, അതോ അയാളിൽ തന്നെയുള്ള ശാരീരിക, അതായത് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ചേഞ്ചസ് ആണോ എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഏതൊരു ക്രിമിനൽസിനെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. അതുപോലെ ഇപ്പൊ എവിടെയെങ്കിലും ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നു, ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്നതിന്റെ പുറകിലുള്ള സൈക്കോളജി എന്താണ്, എന്തുകൊണ്ട് ഹ്യൂമൻ ബീങ്സ് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു. അപ്പൊ നിയമവുമായി ബന്ധിതമായിട്ടുള്ള ഇപ്പൊ ഒരു ബാങ്ക് കൊള്ള നടക്കുന്നു, അല്ലെങ്കിൽ ധനം അപഹരിക്കപ്പെടുന്നു, ഇങ്ങനെ അനേകം കാര്യങ്ങൾ നിയമത്തിന്റെ താഴെ കീഴെ വരുന്ന അനേകം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സൈക്കോ സോഷ്യൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ന്യൂറോളജിക് ആയിട്ടുള്ള ഒരു ഇൻസൾട്ടുകൾ എന്തെങ്കിലും അവിടെ സംഭവിക്കുന്നുണ്ടോ, ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഫോറൻസിക് സൈക്കോളജി എന്നതിൽ. അപ്പൊ അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള കാരണങ്ങളെയൊക്കെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ഹെൽപ്പ് നമ്മൾ കൊടുത്തുകൊണ്ട്, ഇപ്പൊ നമുക്കറിയാം നാട്ടിൽ ധാരാളം കൊലപാതകങ്ങളൊക്കെ മർഡേഴ്സ് ഒക്കെ നടക്കുന്നുണ്ടല്ലേ. അപ്പൊ ഈ മർഡറിങ് ഒക്കെ, അപ്പൊ ഈ മർഡറിങ് എന്നൊക്കെ പറയുന്നത് ചിലതൊക്കെ നല്ല മാനസികാവസ്ഥയിൽ ഇരുന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ആരെങ്കിലും ഇപ്പോ നല്ല മാനസിക ആരോഗ്യമുള്ള മനുഷ്യർ ഒരാളെ പോയി കൊന്നിട്ട് ഞാൻ പോയി ജയിലിൽ പോയി ഇരിക്കാന്ന് പറയുമോ? ഒരിക്കലും അല്ല. അവർക്കിടെ പുറകിൽ ഉണ്ടാക്കുന്ന എന്ത് റീസൺ ആണ് അതിനകത്ത്, ഒരു സഡൻ ഇമ്പൾസിവിറ്റി ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബയോളജിക്കൽ റീസൺ ആണോ, എന്താണെന്ന് വെച്ചാൽ നമ്മളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട്സുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അത് പഠിക്കുന്നത്, അത് കണ്ടുപിടിച്ചിട്ട് ഇനി വരുന്ന കുറ്റകൃത്യങ്ങളിലെങ്കിലും ഇത്തരം കാരണങ്ങൾ ഒരു ഫാക്റ്റ് ആണ്. അതുകൊണ്ട് ഇത്തരം കാരണങ്ങൾ സമൂഹത്തിൽ നിന്ന് എത്ര കണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അതിന് വേണ്ടുന്നുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തത് ഹെൽത്ത് സൈക്കോളജി, ആരോഗ്യ സംബന്ധമായിട്ട് വരുന്ന സൈക്കോളജിയാണ്. നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ, നമ്മുടെ ജീവിതശൈലികൾ, നമ്മുടെ ഉറക്കം, നമ്മുടെ ചിന്താഗതികൾ, ഇതെല്ലാം നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ഒരാൾ എന്തുകൊണ്ട് ഓവറായിട്ട് ഈറ്റ് ചെയ്യുന്നു, അതിന് പുറകിൽ ഒരു ആൻസൈറ്റി ഉണ്ടാകാം. ഒരാൾ എന്തുകൊണ്ട് തീരെയും ഭക്ഷണം കഴിക്കുന്നില്ല, എന്താണ് അതിന്റെ പുറകിലുള്ള റീസൺ എന്താണ്? ചിലരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്ന് നടക്കുന്നത് കാണാനായിട്ട് പറ്റും, ഒരു ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ ഉള്ളവര്. അതുപോലെ തന്നെ ചിലർ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യുന്നവരുണ്ട്, ഒരു പർഗേഷൻ നടത്തുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെ ഈറ്റിംഗ് ഡിസോർഡറും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഹെൽത്ത് സൈക്കോളജി ഉണ്ട്. അതുപോലെ സ്ട്രെസ്, നമ്മളിൽ ഉണ്ടാകുന്ന സ്ട്രെസ് എന്താണ്, നമ്മുടെ വിശപ്പിനെ ഇല്ലാതാക്കുന്ന ഒന്നാണ്, നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ, നമ്മുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നാണ് ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഹെൽത്ത് സൈക്കോളജി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത ന്യൂറോ സൈക്കോളജി. ന്യൂറോ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോൺസ്, നമ്മുടെ എങ്ങനെ ബ്രെയിൻ ഫോം ചെയ്തിരിക്കുന്നു, കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് ന്യൂറോൺസ് ആണ് നമ്മുടെ ബ്രെയിനിനെ, നെർവസ് സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ന്യൂറോൺസുകളുടെ പ്രത്യേകതകൾ എന്താണ്, ഈ ന്യൂറോൺസുകൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കപ്പെടുന്നത്, ഏതെല്ലാം തരത്തിലുണ്ട്, ഈ ന്യൂറോൺസുകൾ എങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്നു, എങ്ങനെ മെസ്സേജുകൾ പാസ് ചെയ്യപ്പെടുന്നു, എങ്ങനെ ഓരോ ന്യൂറോൺസുകളിലും ഉണ്ടാകുന്ന പ്രത്യേകതകൾ. ഇറ്റ്സ് എ വെരി വാസ്റ്റ് സ്റ്റഡി. വളരെ ഇന്നർ ഡെപ്തിൽ പോയി നമ്മൾ പഠിക്കുന്ന ഒരു പഠനമാണ് ഈ ന്യൂറോ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ന്യൂറോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സുകൾ കൊണ്ട് തന്നെ മനുഷ്യർക്ക് ധാരാളം മാനസിക ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്, മാനസിക പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളത് ഇപ്പോൾ ഒരു പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്, പാർക്കിൻസൺസ് ഡിസീസ് എന്താണ്, ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ്. അപ്പൊ ഈ പാർക്കിൻസൺ ഡിസീസ് വരുന്ന ഒരാൾക്ക് പലതരത്തിലുള്ള മറവി ഉണ്ടാകും, അയാൾക്ക് കൃത്യമായിട്ട് ഒരു കാര്യത്തിനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്രവൃത്തി ചെയ്യാനായിട്ടൊക്കെ സാധിക്കണമെന്നില്ല. ചിലപ്പോൾ അവരിൽ വേറെ ഈ സൈക്കോസിസ് പോലുള്ള ചില മാനസിക പ്രശ്നങ്ങളൊക്കെ അവർ കാണിച്ചെന്നിരിക്കും. അപ്പോൾ അതൊരു ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇപ്പൊ അതുപോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന അനേകം ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെ ഡിമെൻഷ്യ ബാധിക്കുന്നത് അതൊരു ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇനി വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ തന്നെ ന്യൂറോളജിക്കൽ ആസ്പെക്ട്സ് എത്ര കണ്ട് കറക്റ്റ് ആയിരിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സ്റ്റഡീസ് ആണ് ഈ ന്യൂറോ സൈക്കോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അപ്പൊ അവിടെ ഏതെങ്കിലും ന്യൂറോൺസിന് പ്രശ്നങ്ങൾ ഉണ്ടായോ, അപ്പൊ ആ ഒരു രീതിക്കൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഈ ന്യൂറോ സൈക്കോളജി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
അപ്പൊ ഒരു ന്യൂറോളജിക്കൽ ആസ്പെക്ട്സ് എങ്ങനെയാണ് നമ്മുടെ ഒരു ബിഹേവിയറിനെ, നമ്മുടെ പേഴ്സണാലിറ്റിയെ എല്ലാം ബാധിക്കുന്നത്. അപ്പൊ നമ്മുടെ തലച്ചോറിലുള്ള അനേകം പഠനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടത് നമ്മുടെ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രെയിൻ മാത്രമല്ല, സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടും പെരിഫറൽ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ധാരാളം കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ ശരീരത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് സ്വാധീനം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്, സൈക്കോളജിക്കൽ വേയിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഈ പറയുന്ന ന്യൂറോ സൈക്കോളജി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി. ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതാണ്. മാം, ന്യൂറോ സൈക്കോളജി ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ന്യൂറോ സൈക്കോളജി എന്ന് വെച്ചാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കുന്നതാണ്. നെർവസ് സിസ്റ്റത്തിൽ നിങ്ങൾ അടുത്ത മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കും അത്. അപ്പൊ ആ നെർവസ് സിസ്റ്റം എങ്ങനെയാണ് നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്നത് എന്ന് പഠിക്കുന്നതാണ് ന്യൂറോ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ നെർവസ് സിസ്റ്റം എന്താണെന്നും നെർവസ് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ ആസ്പെക്റ്റുകൾ ഉണ്ടെന്നും അതിനെക്കുറിച്ച് ഇൻ ഡെപ്തിൽ പഠിക്കുന്ന ഒന്നാണ് നമ്മൾ ന്യൂറോ സൈക്കോളജി. ക്ലിയർ ആയോ? അത് ഹെൽത്തി ഇൻഡിവിജ്വൽസിലും നമ്മൾ പഠിക്കും, പേഷ്യൻസിലും പഠിക്കും. അപ്പോൾ ഒരു പേഷ്യൻസിലാണെങ്കിലും ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഇപ്പൊ ബ്രെയിനിന്റെ ഏതെങ്കിലും ഒരു ഏരിയയിലാണ് ആ ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായി എന്ന് വെച്ചോളൂ, ഒരു സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നു എന്ന് വെക്കുള്ളൂ. അപ്പൊ ആ ഏരിയാസിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ന്യൂറോൺസ് അവിടെ നശിച്ചു പോയിട്ടുണ്ടാകാം, ഡാമേജ് പറ്റിയിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് സ്വഭാവത്തിലൊക്കെ വളരെ വൈകൃതമായ സ്വഭാവങ്ങൾ കാണിക്കാം. അതുപോലെ അവർക്ക് ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകാം, അതൊക്കെ വേണ്ടത്ര അറ്റൻഷൻ കിട്ടാതിരിക്കാം. ഇതെല്ലാം ന്യൂറോ സൈക്കോളജിയിൽ, അതായത് ഡിമെൻഷ്യ പോലുള്ള കാര്യങ്ങൾ എല്ലാം വരുന്നത് ന്യൂറോ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി. ഇൻഡസ്ട്രിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരു തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഒരാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷൻ എന്ന ധാരാളം പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകാം, പലതരത്തിലുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അല്ലെങ്കിൽ എങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മുടെ വർക്കേഴ്സിന് കൊടുക്കാം, എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം, എങ്ങനെ ബിസിനസ് കാര്യങ്ങളിൽ കുറെ കൂടെ നല്ലതാക്കാം. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന പല ഫാക്ടേഴ്സും അവിടെ വർക്ക് ചെയ്യപ്പെടുന്ന ഒരാളുടെ മാനസികാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു, അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ബാങ്കിങ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ഈ പറയുന്ന മണി റിലേറ്റഡ് മാറ്റേഴ്സ് ആണ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അങ്ങനെ മണി റിലേറ്റഡ് മാറ്റേഴ്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വരുന്ന സമയത്ത് സംടൈംസ് അവരുടെ ജീവിതത്തിന്റെ പല നല്ല വശങ്ങളിൽ പലതിലും അവർക്ക് ഒരുപാട് സ്ട്രെസ് കയറി പോകുന്നുണ്ടാവും. എല്ലാ ഒരു ഇൻഡസ്ട്രിയൽ മേഖലയിലും അതിൻ്റെതായിട്ടുള്ള കുറവുകളും നന്മകളും ഉണ്ടാവും. അപ്പൊ ഈ കുറവുകളെ എങ്ങനെ നമുക്ക് പരിഹരിച്ചുകൊണ്ട് കുറെ കൂടെ നല്ല ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ നമ്മുടെ വർക്കേഴ്സിന് കൊടുക്കാം, അതുവഴി എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം, ക്രിയേറ്റിവിറ്റി കൂട്ടാം, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. ഇതെല്ലാം സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നവർക്കെല്ലാം തന്നെ നമ്മൾ ഹെൽത്ത് സൈക്കോളജിസ്റ്റ്, ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ്, ന്യൂറോ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക പേരുകൾ തന്നെ നമ്മൾ കൊടുക്കും അതിനകത്ത്. ഇത് പേഴ്സണാലിറ്റി സൈക്കോളജി, അപ്പോൾ ഒരാളുടെ വ്യക്തിത്വത്തെ പറ്റി പഠിക്കുന്നത്. എന്തുകൊണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പേഴ്സണാലിറ്റികൾ ഉണ്ടാകുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റിയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഇമോഷണൽ ആസ്പെക്ട്സുകൾ ഉണ്ടാകും, ഫിസിക്കൽ ആസ്പെക്ട്സുകൾ ഉണ്ടാകും, അല്ലെ, കോഗ്നിറ്റീവ് ആസ്പെക്ട്സുകൾ ഉണ്ടാകും. അപ്പൊ അവരുടെ കോഗ്നിറ്റീവ് ഇമോഷണൽ ആസ്പെക്ട്സുകളെയൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വ്യക്തികളുടെയും വ്യത്യസ്തത അവരുടെ വ്യക്തിത്വത്തിൽ നിൽക്കുന്നതിനെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ് പേഴ്സണാലിറ്റി സൈക്കോളജി. അതിനു വേണ്ടിയിട്ട് ധാരാളം പേഴ്സണാലിറ്റി തിയറികളൊക്കെ നമ്മൾ പഠിക്കും, പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ നമ്മൾ പഠിക്കും. ഒരാൾ എക്സ്ട്രോവേർട്ട് ആണോ, ഒരാൾ ഇൻട്രോവേർട്ട് ആണോ, ഒരാൾ ആംബിവേർട്ട് ആണോ, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിത്വത്തിലേക്ക് ആയി പോകുന്നു, എന്തുകൊണ്ടാണ് നേരത്തെ ഒരു നല്ല വ്യക്തിത്വം ഉണ്ടായി പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ വന്നപ്പോൾ അയാൾ വേറൊരു വ്യക്തിത്വമായിട്ട് മാറി, ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമ്മൾ പഠിക്കുന്ന സയന്റിഫിക്കലി സൈക്കോളജിക്കലി നമ്മൾ പഠിക്കുന്ന ഒന്നാണ് പേഴ്സണാലിറ്റി സൈക്കോളജി എന്ന് പറഞ്ഞത്. ഇനി സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞത് സാമൂഹ്യപരമായിട്ടുള്ള ഒരു ബന്ധം ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമാണ് അല്ലെ. നമ്മളൊക്കെ എന്താണ് സാമൂഹ്യ തലങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരാണ്. അപ്പൊ സാമൂഹ്യ തലങ്ങളുമായിട്ട് നമ്മൾ മുന്നിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് സമൂഹത്തിൽ നിന്ന് ഒഴിച്ചു മാറിക്കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധ്യമല്ല. നമ്മൾ തീർച്ചയായിട്ടും സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കണം. കാരണം നമ്മുടെ കുടുംബം തന്നെ ഒരു സമൂഹമാണ്. സമൂഹത്തിന്റെ സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി തന്നെയാണ്.
അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷൻ, ഇന്റർപേഴ്സണൽ റിലേഷൻസ് എങ്ങനെയുണ്ട്, സമൂഹത്തിൽ അനേകം കാര്യങ്ങളുമായിട്ട് നമുക്ക് ഇടപഴകേണ്ടതായിട്ട് വരും അല്ലെ. അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു വ്യക്തി എങ്ങനെയാണ് കാരണം സൈക്കോ സോഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആസ്പെക്ട് തന്നെ, അങ്ങനെ ഒരു ഡൊമൈൻ തന്നെ നമുക്കുണ്ട്. അപ്പൊ എങ്ങനെയാണ് അയാൾ ആ ഇത്തരം സാഹചര്യങ്ങളിൽ അയാൾ ഇടപഴകുന്നത്. ഇപ്പൊ ചിലരെന്താണ് സാമൂഹ്യപരമായിട്ട് നല്ല ഇടപെടലുകൾ വയ്ക്കുന്നവരായിരിക്കും. ചിലര് തീരെ ഇടപെടലുകൾ ഉണ്ടാവണമെന്നില്ല. ചിലർ ആവറേജ് ലെവലിലേക്ക് പോകുന്നവരായിരിക്കും. ചിലർക്ക് സമൂഹത്തിൽ നിന്ന് തീരെ ഒഴിഞ്ഞു മാറി ഒറ്റപ്പെട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടാകും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എന്തുകൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല റിലേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യകത എന്താണ്, ഇതൊക്കെ നമുക്ക് ഇന്റർപേഴ്സണൽ റിലേഷൻസ് ഒക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഈ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളെ പോലെ തന്നെ മറ്റു ഹ്യൂമൻ ബീയിങ്സും ഇവിടെയുണ്ട്. അപ്പൊ ആ ഹ്യൂമൻ ബീയിങ്സ് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷണൽ ആസ്പെക്ട്സുകൾ, കോഗ്നിഷൻ ആസ്പെക്ട്സുകൾ, ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഇത്. അടുത്ത കൺസ്യൂമർ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമറിസമായിട്ട് ഉപഭോക്തൃ സൈക്കോളജി, അതായത് ഒരു കൺസ്യൂമർ എങ്ങനെ ഒരു പ്രോഡക്റ്റിലേക്ക് ആകർഷിക്കപ്പെടാം, അല്ലെങ്കിൽ ഒരു കൺസ്യൂമർക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക്, അതെല്ലാം ഒരു മനസ്സുമായി ബന്ധപ്പെട്ടതാണല്ലേ. നിങ്ങളിപ്പോ ഒരു പരസ്യം തന്നെ കാണുന്നു. ഒരു പരസ്യം കാണുമ്പോൾ ചില പരസ്യങ്ങൾ നമ്മളെ അങ്ങ് പിടിച്ചിരുത്തി കളയും അല്ലെ. കാരണം എന്താണ്, അത്രയും സെന്റി ആയിട്ട് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആ പരസ്യത്തിൽ പറഞ്ഞ. വെറും എത്രയോ 30 സെക്കൻഡോ 40 60 സെക്കൻഡോ ഒക്കെ ആയിരിക്കും ഒരു പരസ്യം എന്ന് പറയുന്നത്. ആ സെക്കൻഡ്സുകൾക്കിടയിൽ തന്നെ വളരെ മനസ്സിൽ തട്ടുന്ന രീതിക്ക്, നമ്മൾ ആകർഷണീയമാക്കുന്ന രീതിക്ക് അവർ പരസ്യം സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഉപഭോക്താവിന്റെ, ഒരു കൺസ്യൂമറുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് എങ്ങനെ നമുക്ക് നീങ്ങാമെന്നതാണ് കൺസ്യൂമർ സൈക്കോളജിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് അവർ ഇന്ന സാധനം വാങ്ങുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ വാങ്ങാൻ മടിക്കുന്നു, അവർക്ക് ഈ സാധനത്തെ എങ്ങനെ അവരിൽ പ്രേരണ ചെലുത്താം ഇത് വാങ്ങിപ്പിക്കുന്നതിന്, ഇതൊക്കെയാണ്. നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞത്. എഞ്ചിനീയറിംഗ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ഹ്യൂമൻ പ്രോഡക്റ്റുകൾ ധാരാളം എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പം നമ്മളിപ്പോ കുട്ടികളുടെ തന്നെ പല പല ഡിവൈസസ്, ഇപ്പോൾ ഇയറുകൾക്ക് ഇയർ ഹിയറിങ്ങിന് വേണ്ടിയിട്ടുള്ളത്, ഇപ്പോ വിഷ്വൽ അക്യൂറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ, ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ, ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ, അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഡിവൈസസ്, അതൊക്കെ വളരെ വാസ്റ്റ് ഫീൽഡാണ് എഞ്ചിനീയറിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. ഫോറിൻ കൺട്രീസിലൊക്കെ വളരെ 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 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ നിഷ് എന്നൊക്കെ പറയുന്ന സ്ഥാപനം എന്താണ്, ശരിക്കും എഞ്ചിനീയറിംഗ് സൈക്കോളജി ഫോളോ അപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അവിടെയൊക്കെ പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെ അവർക്ക് ഉപകാരപ്പെടുന്നു, ഇത് പേഷ്യൻസിനും ആകാം സാധാരണ മനുഷ്യർക്കും ആകാം. എങ്ങനെ അവർക്ക് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയെ കൂട്ടാം, അവരുടെ മെന്റൽ ആക്ടിവിറ്റീസിനെ കൂട്ടാം, അവർക്ക് എങ്ങനെ കൂടുതൽ എക്സസൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും, ഒരു ടീമായിട്ടോ ഇൻഡിവിജ്വലായിട്ടോ ഒക്കെ എങ്ങനെ അവരെ എൻഹാൻസ് അത് എങ്ങനെ നമുക്ക് അവർക്ക് ഈ പറയുന്ന രീതിക്ക് അവരുടെ ഇൻഡിവിജ്വാലിറ്റിയെ നമുക്ക് എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരാം, അവരിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഏത് രീതിക്കാണ് അവർക്ക് ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് വരാമെന്നാണ് എഞ്ചിനീയറിംഗ് സൈക്കോളജി. സ്പോർട്സ് സൈക്കോളജി എന്ന് പറയുമ്പോൾ സ്പോർട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അനേകം ആൾക്കാരുണ്ട് അല്ലെ. ഇപ്പം അത്ലറ്റിക്സിലുണ്ട്, ഇപ്പോൾ സ്വിമ്മിങ്ങിലുണ്ട്, ഫുട്ബോളിലുണ്ട്. അപ്പൊ അവർക്കെല്ലാം സ്ട്രെസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, അവർക്ക് എല്ലാവർക്കും മനസ്സുണ്ട്. ലോകത്തുള്ള എല്ലാവർക്കും എന്താണ് മനസ്സെന്ന് പറഞ്ഞൊരു ആസ്പെക്ട് ഉണ്ടല്ലോ, ഏത് ഫീൽഡിൽ നിൽക്കുന്നവരായാലും. അപ്പൊ ആ മാനസികമായിട്ടുള്ള അവരെ എങ്ങനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാം, അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, മെന്റൽ ആക്ടിവിറ്റീസ് എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് തന്നെ പലതരത്തിൽ ഫുട്ബോളൊക്കെ നമ്മളിപ്പോ വേൾഡ് കപ്പൊക്കെ നമ്മൾ ഭയങ്കര ആസ്വദിച്ചൊക്കെ കണ്ടവരാണ് അല്ലെ. അപ്പൊ ഇവർക്കെല്ലാം തന്നെയും അവരുടേതായ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന രീതിക്ക്, അല്ലെങ്കിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന രീതിക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്കൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടല്ലേ. ഒത്തിരി കാര്യങ്ങൾ, വളരെ വിഗ്രസ് ആയിട്ടുള്ള പ്രാക്ടീസ് അവർക്ക് ചെയ്യേണ്ടി വരും. ഫിസിക്കൽ പ്രാക്ടീസുകൾ അല്ലെ, വളരെ വളരെ കഷ്ടതയുള്ള ഫിസിക്കൽ പ്രാക്ടീസുകൾ അവർക്ക് ചെയ്യേണ്ടി വരും. വളരെയധികം ക്യൂരിയസ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ സ്റ്റുഡിയസ് ആയിട്ട് അവർക്ക് ഓരോ പ്രാക്ടീസിലും പങ്കെടുക്കണം. ആ സമയത്ത് ഒരു പക്ഷേ തങ്ങളുടെ കുടുംബത്തെയോ കൂട്ടുകാരെയോ ഒന്നും ഓർക്കാനോ ഒന്നും അവർക്ക് സമയം കിട്ടിയെന്നില്ല. അതിൻ്റെ ഇടയിൽ പല പല ഇഞ്ചുറീസ് ഉണ്ടാകാം, പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നവരാണ് ഈ സ്പോർട്സ് സൈക്കോളജി. അതുപോലെ എൻവയോൺമെന്റൽ സൈക്കോളജി. എൻവയോൺമെന്റൽ സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എൻവയോൺമെന്റുമായിട്ട്, ഒരു ഹ്യൂമൻ ബീങ്സ് അവന്റെ സറൗണ്ടിങ്സുമായിട്ട് ഉണ്ടാകുന്ന, ഇപ്പൊ നമ്മുടെ എൻവയോൺമെന്റിൽ തന്നെ പൊള്യൂഷൻ ഒരു ഫാക്ടാണ്. അതെങ്ങനെ ഹ്യൂമൻ സൈക്കിനെ ബാധിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അടിക്കടി ഉണ്ടാകുന്ന പല പല കലാമിറ്റീസ് ഉണ്ടല്ലോ. ഇപ്പൊ ഫ്ലഡ് ഉണ്ട്, എർത്ത് ഉണ്ട്, ഇങ്ങനെയൊക്കെ വരുന്ന പല പല കലാമിറ്റീസ്, നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഓക്സിജൻ ലെവല്, ഹൈഡ്രജൻ ലെവല്, ഇതിലൊക്കെ നമുക്കിപ്പോൾ അറിയാം. ഇപ്പോൾ ഒരു നമുക്ക് ടോട്ടലി ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു ആഗോള തലത്തിൽ തന്നെ നമുക്ക് എന്താണ് എൻവയോൺമെന്റൽ ചേഞ്ചസ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതികഠിനമായ ചൂട് ചില സമയത്ത് വിചാരിച്ചിരിക്കാത്ത രീതിക്കുള്ള
മഴയുണ്ടാകുന്നു. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ പലപ്പോഴും ഇല്ലേ, ഇപ്പൊ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കാലാവസ്ഥയിൽ ഭയങ്കര മഴയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ വിളവെടുപ്പ് കംപ്ലീറ്റ് എന്ത് ചെയ്യും? അവരുടെ ക്രോപ്സ് കംപ്ലീറ്റ് നശിച്ചു പോകും അല്ലെ? അവരൊക്കെ മാനസികമായിട്ട് ഇതവരെ വല്ലാണ്ട് തളർത്തുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വളരെയധികം ഹയർ ലെവലിലുള്ള പൊള്യൂഷൻ ഉണ്ടായി, അതും നമുക്ക് ബാധകമാണ്. ഇപ്പൊ ഡൽഹിയിലൊക്കെ ഒരു സമയത്ത് എന്താണ് പൊള്യൂഷൻ കൂടിയിട്ട് സ്കൂൾസ് ഒക്കെ അടച്ചിടുന്ന ഒരു അവസ്ഥ. അതുപോലെ ഭയങ്കരമായിട്ട് മിസ്റ്റ് ഉണ്ടായിരുന്നു, അതും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പൊ US ഈ അടുത്ത കാലത്ത് കണ്ടല്ലോ, അതികഠിനമായ ശൈത്യം കൊണ്ട് അവരനുഭവിച്ച ചില സം ഏരിയാസിൽ, നോട്ട് ഇൻ ഓൾ ഏരിയാസ്. അതുപോലെ തന്നെ റീസൈക്ലിംഗ് എഫേർട്ട്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ് നമ്മളെ എൻവയോൺമെന്റൽ സൈക്കോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അടുത്ത ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജി ടു ഡിഫറെന്റ് ഡിസിപ്ലിൻസ്. ഇനി ഓരോരോ ഡിസിപ്ലിൻസിലെ എങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ ഇത് കൊടുക്കുന്നു. അതായത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നമ്മൾ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. സൈക്കോളജി ആൻഡ് സോഷ്യൽ ബിഹേവിയറൽ സയൻസസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് തന്നെയാണ് ഒന്നും കൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ ആസ്പെക്ട്സുകളിൽ നമ്മുടെ ബിഹേവിയറൽ സയൻസസിൽ നമ്മുടെ പെരുമാറ്റം, ഇപ്പൊ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ പറയും ഇവിടെ ഇങ്ങനെ വേണം പെരുമാറേണ്ടത്, ഇന്ന രീതിക്ക് വേണം നിൽക്കേണ്ടത്. ഒരു മാരേജ് ഫംഗ്ഷന് പോകുമ്പോഴത്തേക്ക് പെരുമാറുന്ന പോലെയല്ല ഒരു മരണത്തിന് പോകുമ്പോൾ നമ്മൾ പെരുമാറുന്നത് അല്ലെ. എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും ആരും മരണത്തിന് പോയിട്ട് അവിടെ പോയിരുന്ന് പൊട്ടിച്ചിരിക്കാറൊന്നുമില്ല. കല്യാണത്തിന് പോയിട്ട് ആരെങ്കിലും കരയാറുണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് എന്തോ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഓരോ സെറ്റിങ്ങിലും ഓരോ ജീവിത സാഹചര്യങ്ങളും അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരണം. അഡാപ്റ്റേഷൻ മനുഷ്യന് അത്യാവശ്യമുള്ള കാര്യമാണ്. ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം നമ്മുടെ സ്വഭാവത്തിൽ. ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ എനിക്ക് റീസെന്റ് ആയിട്ട് ഒരു മാരേജ് കൗൺസിലിംഗ് ഒരു കേസ് വന്നു. ആ പെൺകുട്ടി ഭയങ്കര അഡാമന്റ് ആണ്. എത്ര തന്നെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവൾ പറയുന്നത് എനിക്ക് ഡിവോഴ്സ് കൂടിയേ തീരും, എനിക്ക് ഇല്ലാതെ പറ്റില്ല, അപ്പൊ അവളുടെ തന്നെ ഇനബിലിറ്റിയാണ് അവിടെ വ്യക്തമാക്കുന്നത്. നമ്മൾ ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് നമ്മൾ തയ്യാറാവണം. അപ്പൊ ആ പയ്യന്റെ സൈഡിൽ നാം പറയുന്നുണ്ട് എന്ത് തെറ്റുണ്ടെങ്കിലും ഞാൻ കറക്റ്റ് ചെയ്യാം, ഞാനത് മുന്നിലേക്ക് വരാം, അവന്റെ തെറ്റുകൾ ഇന്നതാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അത് അവൻ കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എപ്പോഴും അവൾക്കത് പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ അവൾക്കത് പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അവളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഹേവിയറൽ പ്രോബ്ലം അവൾക്ക് അവിടെ നിൽക്കുകയാണ്. അവളുടെ കോഗ്നിറ്റീവ് എറർ അവൾക്ക് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അവളുടെ ജീവിതത്തിൽ പല പല ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് കൊണ്ടുവരും. അപ്പൊ അതിന് മാറാൻ ഒരു വ്യക്തി തയ്യാറാകുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ തലയിലെടുത്തെന്ന് പറഞ്ഞ് നമുക്ക് വിടാനേ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു ബിഹേവിയറൽ സയൻസസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലൈഫിൽ മാറി വരുന്ന സാഹചര്യങ്ങളിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പൊങ്ങാനും താഴാനും ഒക്കെ ഉള്ള ഒരു മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം നേടിയെടുക്കണം. അതാണ് നമ്മുടെ ഒരു അഡാപ്റ്റേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആ അഡാപ്റ്റേഷൻ കപ്പാസിറ്റി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കുറെ കഴിയുമ്പോൾ ആൻസൈറ്റി ഡിസോർഡർ ആവും, ഡിപ്രഷൻ ആവും, മറ്റ് മാനസിക ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവാനായിട്ട് തുടങ്ങും. ഇന്റർപേഴ്സണൽ റിലേഷൻസ് ഒക്കെ വഷളാവാനായിട്ട് തുടങ്ങും. നല്ലൊരു സാമൂഹിക വ്യക്തിബന്ധങ്ങൾ അവർക്ക് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ആയി മാറും. ഇതൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സൈക്കോളജി, ഇക്കണോമിക്സ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയൊരു അടിത്തറയാണ് സാമ്പത്തികം എന്ന് പറയുന്നത് അല്ലേ. സാമ്പത്തികം ഓൾമോസ്റ്റ് ഒക്കെ നല്ലതൊക്കെ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ 70% പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചു പോകാനായിട്ട് പറ്റും. അപ്പൊ ഇക്കണോമിക്കൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ഇക്കണോമിക്കൽ ആസ്പെക്ട്സിനെ എങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്നു? ഇപ്പൊ നമുക്ക് ജോലി നേടുന്നത് എന്തിനാണ്? പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഒരു പ്രത്യേകതരം അല്ലെ എന്തെങ്കിലും ഒരു ട്യൂഷൻ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാശിന് വേണ്ടിയിട്ടാണ്. ധർമ്മത്തിന് വേണ്ടി ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ധർമ്മത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമായിരിക്കാം, ഒരു സർപ്ലസ് എമൗണ്ട് ഒക്കെ ജീവിതത്തിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വളരെ ചെറിയ അളവിലൊക്കെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സ് കൂടുതലുള്ളവരൊക്കെ ആണെങ്കിൽ ചെയ്യുമായിരിക്കും. അപ്പൊ പക്ഷെ എന്നിരുന്നാലും ഇക്കണോമിക്കൽ ആസ്പെക്ട്സിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ജീവിതത്തിൽ. ഇപ്പൊ 10 രൂപ കൈ കിട്ടിക്കഴിഞ്ഞാൽ 100 രൂപയായിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ 90 രൂപയുടെ ഒരു ബാധ്യതയാണ് നമുക്ക് ഉണ്ടാകുന്നത്. ആ ബാധ്യത എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വേദനകളായിട്ട് പിൽക്കാലത്ത് നമുക്ക് അനുഭവിക്കേണ്ടത് വരും. അപ്പൊ നമ്മുടെ ഇക്കണോമിക് ഇപ്പൊ ഒരു വ്യക്തിയിൽ മാത്രമല്ല, സമൂഹത്തിൽ മൊത്തം തന്നെ ഇക്കണോമിക്കൽ ആസ്പെക്ട്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് എന്തുമാത്രം നികുതി നമുക്ക് കൂട്ടിയിരിക്കുന്നു അല്ലെ, ടാക്സ് കൂട്ടിയിരിക്കുന്നു, ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നു, വാട്ടർ ബില്ല് കൂടുന്നു. ആകെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പല പല ഇക്കണോമിക്കൽ കോൺഫ്ലിക്റ്റുകൾ അറൈസ് ചെയ്യുന്നു. ഇതെല്ലാം എന്താണ്? നമ്മുടെ മാനസിക നിലയെ തകിടം മറിക്കും. ഇപ്പൊ നമുക്ക് കുറച്ച് ഒരു മാർക്കറ്റിൽ തന്നെ പോകുന്നു, നമുക്ക് അവിടെ ഇഷ്ടമുള്ള ഒരു സാധനം നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അവശ്യ സാധനങ്ങൾ, വലിയ കൂടിയ സാധനങ്ങളല്ല, അവശ്യ സാധനങ്ങൾ പോലും നമുക്ക് വാങ്ങാൻ സാധിക്കുന്നില്ല എന്നൊരവസ്ഥ വരുമ്പോൾ ഇക്കണോമിക്കൽ ആസ്പെക്ട്സ് നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് തരും. ഇപ്പൊ കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുന്നില്ല, വീട്ടിൽ വേണ്ടത്ര സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഒരു അസുഖം വരുമ്പോഴത്തേക്കും മണി നമ്മുടെ കയ്യിലില്ല, ഹോസ്പിറ്റലൈസേഷൻ നമുക്ക് ബുദ്ധിമുട്ടാകുന്നു, ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുക. ഇൻ എവരിവെയർ മണി ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകൾ നോക്കിയാൽ
കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് വലിയ ഫാക്ട് തന്നെയാണ്. പൈസ ഇപ്പൊ നമ്മുടെ പൈസ എന്തിരിക്കുന്നു എന്നൊക്കെ മനുഷ്യൻ പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ്. എന്നാൽ പൈസ കൊണ്ട് മാത്രം എല്ലാം നേടാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നടക്കത്തില്ല എന്നുള്ളത്. പൈസ എന്ന് പറയുന്നത് ഇൻഎവിറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതിനെ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടതെന്നാണ്. ഇപ്പൊ പൈസ കൊണ്ട് പൈസയിൽ എന്തിരിക്കുന്നു ചിന്തിക്കുന്നതും മാനസിക പ്രശ്നങ്ങളാണ്. പൈസ കൊണ്ട് എല്ലാം നേടാമെന്ന് ചിന്തിക്കുന്നതും മാനസിക പ്രശ്നങ്ങളാണ്. രണ്ടും മാനസിക പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പൊ ആ ഇക്കണോമിക്കൽ ആസ്പെക്ട്സിനെ എങ്ങനെ നമുക്ക് നല്ല രീതിക്ക് പറ്റും, അത് ഇൻഡിവിജ്വൽ ആകാം, ഒരു സൊസൈറ്റി ആകാം, ഒരു ഗ്രൂപ്പ് ആകാം, അവിടെ എല്ലാം സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ മണി നേടാനായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ വേണം അല്ലേ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോ ഒരു നല്ല പ്രവൃത്തി ചെയ്തു, നല്ല പ്രവൃത്തി ചെയ്തപ്പോഴത്തേക്കും മറ്റൊരാൾ പറയണം, ഇരിക്കട്ടെ നിനക്കൊരു ഒരു 500 റുപ്പീസ് ഒരു ഇൻസെന്റീവ് ആയിട്ട് ഞാൻ തരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ അല്ലേ ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു നല്ല വർക്ക് ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു 1000 റുപ്പീസ് ഒരു ഇൻസെന്റീവ് ആയിട്ട് തരുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മോട്ടിവേഷനാണ്. നല്ലൊരു കാര്യമാണ് നമുക്ക് തരുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ കുട്ടികൾ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞിനൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നു. അതെന്താണ്, ഒരു നല്ല കാര്യമാണ്. അപ്പൊ ഇതിനൊക്കെ എന്താ വേണ്ടത്, മണി ഒരു ആസ്പെക്ട് ആണ്. അപ്പോൾ ആ മോണിറ്ററി ആയിട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് വലിയ വലിയ മോട്ടിവേഷൻ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഇൻസെന്റീവ് ഒക്കെ കമ്പനികളിൽ ജോലി സ്ഥലങ്ങളിൽ നിന്നൊക്കെ അഡ്വാൻസ് കിട്ടുന്നു, ഫെസ്റ്റിവൽ അഡ്വാൻസ് കിട്ടുന്നു, ഇൻസെന്റീവ് കിട്ടുന്നു, ബോണസ് കിട്ടുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്, നമ്മുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ കുറെ കൂടെയൊക്കെ നല്ല ഹെൽത്തി ലെവലിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒന്ന്. ഇനി സൈക്കോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്സിനകത്ത് സൈക്കോളജി ഉണ്ടല്ലോ. പൊളിറ്റിക്സ് എങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു, ഇപ്പൊ നമുക്ക് കറണ്ട് പൊളിറ്റിക്സ് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു, ഇനി ഒരു പാർട്ടി വന്നാൽ നമ്മുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ എങ്ങനെ ബാധിക്കുന്നു. അപ്പോൾ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് മേഖലകൾ അവിടെ കവർ ചെയ്യപ്പെടും അല്ലെ. അഡ്മിനിസ്ട്രേഷൻ ലെവല്, എക്കണോമിക്കൽ ലെവല്, അതർ ഏരിയാസ്, സോഷ്യൽ ആസ്പെക്ട്സുകൾ, ഒത്തിരിയും ഏരിയാസ് കവർ ചെയ്യപ്പെടുന്ന ഒന്നാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് നിൽക്കുന്ന പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്ന പൊളിറ്റിക്സ് നമ്മുടേതായിട്ട് തന്നെ ഉള്ള ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡിയാസ് എല്ലാം തന്നെയും നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കുന്നു. ഇപ്പൊ തന്നെ നമുക്ക് കാണാം നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ ഐഡിയാസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഗ്രസ് ആയിട്ടുള്ള ഒരു വൃത്തികെട്ട രീതിക്കുള്ള പല പ്രവർത്തനങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പോൾ രണ്ട് പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർ പൊളിറ്റിക്കൽ ഐഡിയാസിൽ മാത്രമല്ല കോൺഫ്ലിക്ട് ഉണ്ടാക്കുന്നത്, അനാവശ്യമായിട്ട് റിലീജിയനെ കൂടെ പിടിച്ചുകൊണ്ട് വരുന്നു. അപ്പൊ അതൊരു വളരെ മോശപ്പെട്ട ഒരു ബിഹേവിയറൽ ആസ്പെക്ട്സുകളാണ് ഇന്ന് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ചില കമന്റ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ വൃത്തികെട്ട, വളരെ മോശം നിറഞ്ഞ ഇത്രയും മനുഷ്യൻ ഇത്രയ്ക്ക് മാത്രം അധംപതിച്ചല്ലോ എന്നുള്ള രീതിക്കുള്ള മെസ്സേജസുകളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിനാണ് ബാധിച്ചിരിക്കുന്നത്, നമ്മുടെ ബിഹേവിയറൽ ആസ്പെക്ട്സിനെ ബാധിച്ചിരിക്കുകയാണ്. അപ്പൊ പൊളിറ്റിക്സ്, അപ്പോൾ ഒരു രാജ്യത്തിന്റെ പൊളിറ്റിക്സ് ഒരു വലിയ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഒരു സ്റ്റേറ്റിന്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പൊളിറ്റിക്കൽ ഐഡിയാസ്, ഇതൊക്കെ നമ്മുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സുകളെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. നമുക്ക് തന്നെ അറിയാം, ഒരു പാർട്ടി നിൽക്കുന്നവരുടെ മാനസികാവസ്ഥ ഇതും വേറൊരു പാർട്ടി നിൽക്കുന്നവരുടെ മാനസികാവസ്ഥ മറ്റൊന്ന്. ചിലർ ഭയങ്കര അക്രമാസക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ നിൽക്കുന്നതായിരിക്കും ഒരു ഗ്രൂപ്പ് ആയിരുന്നുള്ളത്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സമാധാനപരമായിട്ട് എങ്ങനെ നമുക്ക് ജീവിതത്തെ മറ്റൊരു സമ്പ്രദായമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ലോക പൊളിറ്റിക്സ്, വേൾഡ് പൊളിറ്റിക്സ് നമ്മൾ ബാധിക്കുന്ന കാര്യമാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഇറാഖിലുണ്ടായ കാര്യങ്ങൾ, താലിബാനിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, US-ലുണ്ടാകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെയും നമ്മുടെ സൈക്കോളജിയെ ബാധിക്കുന്ന. ഇപ്പൊ പൊളിറ്റിക്കൽ ആസ്പെക്ട്സിലാണല്ലോ യുക്രൈനും റഷ്യയും തമ്മിലുള്ള വാർ തന്നെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് കാരണം എത്രയോ പേരുടെ മാനസിക നിലയ്ക്കാണ് അത് ബാധിച്ചിട്ടുണ്ടാകുന്നത്. മോശം തലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടാവുക അല്ലെ. പലതരത്തിലുള്ള ട്രോമാസ് പലർക്കും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്, സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല. ഇനി ബയോളജിക്കൽ സയൻസ്, സൈക്കോളജിയും ബയോളജിക്കൽ സയൻസും നമ്മുടെ ന്യൂറോ ആസ്പെക്ട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് ബയോളജിക്കൽ ആസ്പെക്ട്സ്, കെമിസ്ട്രിയുടെ സ്വാധീനങ്ങൾ. കാരണം നമ്മുടെ ശരീരത്തിൽ ധാരാളം കെമിക്കൽ സിസ്റ്റംസ് ഉണ്ട് അല്ലേ. ഇപ്പൊ ഹോർമോൺസ് ഒക്കെ പറയുന്നത് തന്നെ കെമിസ്ട്രി തന്നെയാണ്. നമ്മുടെ ഇന്റേണൽ ആയിട്ട് പലതരത്തിലുള്ള എൻസൈംസ് ഉണ്ട് അല്ലെ, അതെല്ലാം കെമിസ്ട്രി തന്നെയാണ്. അപ്പൊ അതെല്ലാം നമുക്ക് ബാധിക്കുന്നത്. അപ്പൊ ബയോളജിക്കൽ ആയിട്ടുള്ള ഇന്റേണൽ സിസ്റ്റം, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മെഡിക്കൽ ആപ്ലിക്കേഷൻസ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനകത്തൊക്കെ ഈ പ്ലാസിബോ എഫക്റ്റുകളൊക്കെ നമ്മൾ ചിലതൊക്കെ ഭയങ്കര അസുഖം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മുടെ അടുത്ത് വരും. അതെന്ന് പറഞ്ഞത് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ അസുഖത്തിന് നമ്മൾ ചിലപ്പോൾ നമ്മൾ ചില ഷുഗർ പില്ലൊക്കെ കൊടുത്തിട്ട് പറയും, ഇത് കഴിച്ചാൽ മതി നിങ്ങളുടെ അസുഖം മാറും. ഏതെങ്കിലും ഡോക്ടറിന്റെ അടുത്തൊക്കെ വിട്ടിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കൊടുക്കാനായിട്ട് പറയും. അപ്പൊ അതെന്നൊക്കെ പറയുന്നത് എന്താണ്, അവരുടെ ബയോളജിക്കൽ ആസ്പെക്ട്സും സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇനി ചില നല്ല മാനസിക ധൈര്യമുള്ള മനുഷ്യരൊക്കെ എന്തെങ്കിലും വലിയ ശാരീരിക ബുദ്ധിമുട്ടോ ഒക്കെ വന്നാലും എന്താണ്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ
എനിക്ക് തരണം ചെയ്ത് പോകാനൊക്കെ പറ്റും എന്നുള്ളത്. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സിസ്റ്റം നമ്മൾ കൊണ്ടുപോകുന്നത്, പ്രോപ്പർ ജീവിത രീതികൾ നമ്മൾ കൊണ്ടുപോകുന്നത്, ഇതൊക്കെ തന്നെയും എന്ത് തന്നെയാണ് നമ്മുടെ ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇനി മെഡിക്കൽ സയൻസും അത് തന്നെയാണ്. ഇനി സം അതർ ഡിസിപ്ലിൻസ് പറയുന്നത് എഞ്ചിനീയർ, സൈക്കോളജി ആൻഡ് എഞ്ചിനീയറിംഗ് നമ്മൾ പറഞ്ഞു, കോഗ്നിറ്റീവ് സൈക്കോളജി നമ്മൾ പറഞ്ഞു, എൻവയോൺമെന്റൽ സയൻസസിനെ നമ്മളെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി സൈക്കോളജി, ലോ ആൻഡ് ക്രിമിനോളജി, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരിക്കൽ കൂടെ അവരൊന്നുകൂടെ എടുത്തു പറയുന്നതേ ഉള്ളൂ. ഇപ്പൊ ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരു കോർട്ടിലൊക്കെ അവർക്ക് കൂടുതലായിട്ട് ഫോറൻസിക് സൈക്കോളജിസ്റ്റിന് പോകേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ആ പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു കോർട്ടിൽ നടക്കുന്ന അന്തരീക്ഷങ്ങള്, കോർട്ടിലെ രീതികള്, അതുപോലെ ഇതെല്ലാം ഒരു ട്രോമയാണ്. ഇതെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുകയല്ലേ. ഇപ്പൊ കോർട്ടിൽ പോകുന്ന തീരെ താല്പര്യമില്ലാത്ത ഒരാൾക്ക് ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അയാൾക്ക് കോർട്ടിലൊക്കെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വളരെയധികം അഗണി അയാൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അല്ലെ. വളരെ പെയിൻ അയാൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഒരു കുറ്റവാളിയായിട്ട് തന്നെ അയാൾക്ക് പോകേണ്ടി വന്നു എന്ന് വെച്ചോളൂ, ഒരു ജീവിതത്തിന്റെ സാഹചര്യം കൊണ്ട്. അപ്പൊ അയാൾക്ക് വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അയാൾക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ചിലപ്പോൾ ചില ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ മാനസിക നില എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. നമ്മൾ പറയുന്ന സാനിറ്റി ടു ഇൻസാനിറ്റി, ഇതാണ് നമ്മൾ ഇതിനകത്ത് സൈക്കോളജി ആൻഡ് ലോ, ക്രിമിനോളജി ഒക്കെ ആയിട്ട് മനസ്സിലാക്കുന്നത്. കുറ്റകൃത്യങ്ങളുമായിട്ടുള്ള പഠനങ്ങൾ, ഇതാണ് നമ്മൾ ക്രിമിനോളജിയായിട്ട് പറയുന്നത്. എല്ലാ സൈക്കോളജിക്കൽ ആസ്പെക്ട്സുകൾ, ചുരുക്കം പറഞ്ഞാൽ സൈക്കോളജി ഇല്ലാത്ത ഒരു ഫീൽഡും ഇല്ല എന്നുള്ളതാണ് അർത്ഥം. സൈക്കോളജി ഇപ്പൊ നിങ്ങൾ അടുക്കളയിൽ പണിയെടുക്കുന്നതിലും ഒരു സൈക്കോളജി ഉണ്ട്, നിങ്ങളുടെ വീട്ടുകാത്തിൽ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലും ഒരു സൈക്കോളജി ഉണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ രീതികളിലും സൈക്കോളജി ഉണ്ട്. എല്ലായിടത്തും സൈക്കോളജി ഉണ്ട്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയാണ്. സൈക്കോളജി ഇല്ലാത്ത ഒന്നും തന്നെ ഇല്ല. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കേ, മനസ്സിലായോ? ഹലോ, യെസ് മാം, മനസ്സിലായി. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല മാം, മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഈ ടോപ്പിക്ക് നമുക്കിവിടെ തീർന്നു കേട്ടോ. എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയോ? ഇല്ല, കിട്ടിയിട്ടില്ല. കിട്ടി മാം, കിട്ടി. ചിലർക്ക് കിട്ടിയെന്നൊക്കെ. ശരി, ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു അസൈൻമെന്റ് തന്നതിൽ ചിലരൊക്കെ ചെയ്തു, ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ എനിക്ക് കിട്ടും. അപ്പൊ ഇൻഡിവിജ്വൽ എന്നതിനുപരി നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ഇട്ടുകൊണ്ട് നിങ്ങൾ പരസ്പരം ഒന്ന് ഡിസ്കസ് ചെയ്യുക ആ ഒരു ടോപ്പിക്കും. മേഡം, അസൈൻമെന്റ് എനിക്ക് കിട്ടിയിട്ടില്ല മേഡം. എനിക്ക് അറിയില്ല അത് എങ്ങനെയാണെന്ന്, കണ്ടതുമില്ല മേഡം. അതൊന്നുകൊണ്ടൊന്ന് ഫോർവേഡ് ചെയ്യുമോ മേഡം? അപ്പൊ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഈ ഗ്രൂപ്പിൽ കണ്ടവരും കേട്ടവരുമായിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ അതിൽ ആരെങ്കിലും ഒരാള് കാണാത്തവർക്ക് വേണ്ടി, കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിശദീകരിച്ചു കൊടുക്കും. ആരെങ്കിലും ഒരാൾ അത് ചെയ്താൽ മതി. അങ്ങനെ ആര് ചെയ്യും അത്? ആരെങ്കിലും പാടോ? മേഡം, ഇപ്പൊ എഴുതിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരെങ്കിലും ഒന്ന് ഇട്ട് തന്നാലും മതിയല്ലോ മേഡം. എഴുതിയവരാരെങ്കിലും മതി, വന്നോളൂ. അല്ലെങ്കിൽ എഴുതാൻ തുടങ്ങിയവരായാലും മതി, അല്ലെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലായവരായാലും മതി. ആർക്കും മനസ്സിലായിട്ടില്ല അല്ലേ? മനസ്സിലായിട്ടുണ്ട് മാം, ചെയ്തിട്ടില്ല. ചെയ്യാൻ തുടങ്ങുന്നവരുണ്ടല്ലോ, ചെയ്തവരുണ്ടല്ലോ. എനിക്ക് കുറച്ചു പേരൊക്കെ വിട്ടവരുണ്ടല്ലോ. അപ്പൊ പേഴ്സണലി നിങ്ങൾ ഇടാതിരിക്കുക. എന്ന് വെച്ചാൽ പേഴ്സണലി ഇട്ടാലേ ആരുടെയോ മൈക്കാണ്. ഓക്കെ, പേഴ്സണലി ഇട്ട് കഴിഞ്ഞാല് ചിലപ്പോൾ ഞാൻ നോക്കിയെന്ന് വരും, നോക്കില്ലെന്ന് വരും. കാരണം ഒരുപാട് മെസ്സേജസ് ആണ് ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട്, നിങ്ങളെപ്പോലെ ഒരു 10-16 ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട് ഒരു ദിവസം തന്നെ. ഒരുപാട് ക്ലാസ്സുകളുണ്ട്, അതുപോലെ ക്ലയൻസ് ഉണ്ട്. അപ്പൊ ഇവരിങ്ങനെ ഇത്രയും പേരിങ്ങനെ മെസ്സേജ് ഇടുമ്പോൾ ചിലപ്പോൾ ഞാൻ അൺഫോർച്ചുനേറ്റ്ലി നോട്ട് ചെയ്തില്ല എന്ന് വരും. കണ്ണിക്ക്, ഞാനും മനുഷ്യരല്ലേ, അപ്പൊ കണ്ണിൽ കാണാതെ പോയെന്നിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതാണ് എന്ന് വിചാരിക്കും. അയ്യോ, ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചില്ല എന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല, അങ്ങനെ സംഭവിച്ചു പോകും. സംടൈംസ് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഗ്രൂപ്പിലോട്ട് തന്നെ നിങ്ങൾ ഇടുക. ഗ്രൂപ്പ് ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് എടുത്തു നോക്കും, എന്താണ് ഗ്രൂപ്പിലുള്ള വിശേഷം എന്നൊക്കെ പറഞ്ഞൊന്ന് നോക്കും. അപ്പൊ എന്നിട്ട് അവിടെ തന്നെ നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഗ്രൂപ്പാണ് നമ്മുടെ നല്ല പ്ലാറ്റ്ഫോം, എപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ അതിനകത്ത് നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യുക കാര്യങ്ങൾ. ഒരാൾക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുക. പരസ്പരം പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കൊരു കാര്യം അറിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല, അത് ഒരിക്കലും നമ്മുടെ ഒരു കുറവും അല്ല. അറിയില്ലാത്ത ഒരു കാര്യത്തിന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നമ്മുടെ കുറവെന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ല കാര്യം തന്നെയാണ്. അപ്പൊ എനിക്കൊരു കാര്യം അറിയില്ല, ഞാൻ ഇവിടെ പറഞ്ഞില്ലെങ്കിൽ അത്
ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകൾ ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഒരു കോഗ്നിറ്റീവ് എററാണ്. മനസ്സിലാക്കാതെ സൈക്കോളജി ഒക്കെ പഠിക്കുന്ന ആൾക്കാർ അങ്ങനെ ചിന്തിക്കാനായിട്ട് പാടില്ല. നമ്മൾ അതിൽ നിന്നൊക്കെ ബിയോണ്ട്, അതിനും അപ്പുറത്തേക്കൊക്കെ നമ്മുടെ ചിന്താധാരകളെ നമ്മൾ ഹെൽത്തി ലെവലിലൊക്കെ കൊണ്ടുപോകേണ്ട ആൾക്കാരാണ്. എങ്കിൽ മാത്രമേ നല്ല സൈക്കോളജിസ്റ്റായിട്ട് ജീവിതത്തിൽ നമുക്ക് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക, ചോദിക്കുക, അറിയാവുന്നവരത് പറഞ്ഞു കൊടുക്കുക, അറിഞ്ഞൂടെങ്കിൽ തന്നെ അതിനെ റെഫർ ചെയ്ത് കണ്ടെത്തുക. റെഡിമെയ്ഡ് ആൻസറിന് വേണ്ടിയിട്ട് എപ്പോഴും ആരും ശ്രമിക്കാതിരിക്കുക. നമ്മൾ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഏതൊരു സബ്ജക്റ്റും പരിശ്രമിച്ചാലേ പറ്റുള്ളൂ. ആ കൂട്ടത്തിൽ സൈക്കോളജി സബ്ജക്റ്റ് ഒരല്പം കൂടെ വ്യത്യസ്തമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജീവനുള്ള മനുഷ്യരുമായിട്ടാണ് ഈ സൈക്കോളജി സബ്ജക്റ്റ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പീരിയൻസുകൾ, ഓരോ ലോകത്ത് ഇപ്പം എത്രയോ കോടാനുകോടി ജനങ്ങളുണ്ടല്ലേ, അപ്പൊ അവരുടെ എല്ലാ എക്സ്പീരിയൻസുകൾ ഡിഫറെൻ്റ് ആണ്, അവരുടെ വ്യക്തിത്വങ്ങൾ ഡിഫറെൻ്റ് ആണ്, അവരുടെ ചിന്തകൾ ഡിഫറെൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് അതിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു തന്മയത്വ ഭാവം, കുറച്ചും കൂടി ഒരു ഡെഡിക്കേഷൻ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഗ്രൂപ്പിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു അനസെന്നോ, അനസ് ആ പയ്യനും കൊണ്ട് എനിക്ക് പേഴ്സണലി ഇട്ടതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ വരുന്നത്. പേഴ്സണലി കൊണ്ട് അവർ പ്രിപ്പയർ ചെയ്തിട്ടതായിട്ട്. അപ്പം നിങ്ങൾ ഈ ടോപ്പിക്കിൽ പ്രിപ്പയർ ചെയ്യാൻ ഞാൻ തരുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പണി തന്ന് നിങ്ങളെ വിഷമിപ്പിക്കുന്നതല്ല. നിങ്ങളൊരു സൈക്കോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് പഠിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു താല്പര്യം നിങ്ങളിലും ഡെവലപ്പ് ചെയ്യണം, നിങ്ങളിലും ഒരു ആഗ്രഹം ഉണ്ടാവണം. ആ സൈക്കോളജി സബ്ജക്റ്റ് പഠിക്കണം, അത് എനിക്ക് ഫുള്ളി ഇൻവോൾവ് ആയി തന്നെ പഠിക്കണം എന്നൊരു ആഗ്രഹം നിങ്ങളിലും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മുന്നിലോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പാതി വഴി വന്ന് നിങ്ങൾ സ്ട്രക്കാവും, അവിടെ നിന്ന് പോകും, പിന്നെ മൊത്തം മുന്നിൽ ഇരുട്ടായിട്ട് മാറും. അതുകൊണ്ടാണ് അങ്ങനത്തെ വർക്കുകളൊക്കെ തരുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഗ്രൂപ്പായിട്ട് സന്തോഷകരമായിട്ട് അതിനെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഓക്കെ മാം, താങ്ക് യു. അപ്പൊ ഗ്രൂപ്പിൽ ഞാൻ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ടേക്ക് കെയർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you. എന്തേ